ഉമേഷ്, അർച്ചന പറഞ്ഞ കാര്യങ്ങളോട് കൂട്ടിച്ചേർത്ത് പറയുകയാണെങ്കിൽ ഈ ഹിറ്റ് മേക്കർ എന്ന പദം അക്ഷരാർത്ഥത്തിൽ മലയാള സിനിമയിൽ എന്തായിരിക്കണം എന്ന് അദ്ദേഹം ഒരുപക്ഷെ കണ്ടുപിടിച്ചത് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ആയിരിക്കണം. അമ്മാവൻ പ്രശസ്ത സംവിധായകനായിരുന്ന സിദ്ദിഖ്, ഒപ്പം സഹോദരൻ റാഫി അടക്കമുള്ളവർ. അദ്ദേഹം കണ്ടും കേട്ടും ശീലിച്ചതൊക്കെയും സിനിമയാണ്, നർമ്മം കലർന്നിട്ടുള്ള ഡയലോഗുകളാണ്. അതെങ്ങനെ മലയാള സിനിമയ്ക്ക് കാലോചിതമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, പ്രേക്ഷകരെ എല്ലാവരെയും ഒരേപോലെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും കഴിയുന്ന സംഭാഷണങ്ങൾ എങ്ങനെ കോർത്തിണക്കാൻ കഴിയും എന്നുള്ളതിലൊക്കെ വളരെ ആധികാരികമായി അറിവുള്ള മനുഷ്യരാണ് എന്ന് തന്നെ കരുതണം ഇവർ ഓരോരുത്തരും. ഈ കുടുംബത്തിൽ നിന്ന് സിനിമയിലേക്ക് എത്തിയ ഓരോരുത്തരും അങ്ങനെ ആയിരിക്കണം അദ്ദേഹം ചെയ്ത ഓരോ സിനിമയും നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കാലഘട്ടം, അദ്ദേഹം ഇപ്പോഴെന്താണ് സിനിമ ചെയ്യാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടം ഒരുപക്ഷെ അന്നത്തേതിന് സമാനമായുള്ള ഡയലോഗുകൾ ആസ്വദിക്കാൻ സാധ്യത കുറവാണ് എന്ന് പറയുന്നു. അപ്പോൾ പോലും നമ്മൾ ഓർക്കേണ്ടത് ഇന്നും സമൂഹ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ട്രോൾ പേജുകളിലൊക്കെയും നിലനിൽക്കുന്ന സിനിമ ഇപ്പോൾ ലാൽ, അദ്ദേഹം അവിടേക്ക് എത്തുകയാണ്. ഉമേഷ്, ഞാൻ പറഞ്ഞു വന്നത് അത്തരത്തിലുള്ള നിരവധി ഡയലോഗുകൾ ഇന്നും അദ്ദേഹത്തിന്റെ സിനിമകളുടെയാണ് ഏറ്റവും വലിയ സംഭാവന എന്ന് പറയേണ്ടി വരും. ആ നിലയിൽ എങ്ങനെയാണ് ഷാഫിയെ നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയുക ഉമേഷ്? അതെ കാവ്യ, വളരെ ശരിയാണ്. കാരണം ഒരു ഹിറ്റ് മേക്കർ എന്ന വാക്ക് അത് അക്ഷരാർത്ഥത്തിൽ എങ്ങനെയാണ് ശരിയാകുന്നത് എന്നുള്ളത് ഷാഫിയുടെ കരിയർ പരിശോധിച്ചാൽ മനസ്സിലാകും. കാവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം ജനിച്ച് ഏതാനും പ്രാഥമിക പഠനം പൂർത്തിയാക്കുന്ന സമയത്ത് തന്നെ സിനിമയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മുഴുവൻ. കാരണം അദ്ദേഹം കണ്ടും കേട്ടും വളരുന്നതുമൊക്കെ ഈ സിനിമയിലൂടെയാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധു, അദ്ദേഹത്തിൻ്റെ അമ്മാവനാണ് സിദ്ദിഖ്. ഒപ്പം അദ്ദേഹത്തിൻ്റെ സഹോദരൻ റാഫി, അദ്ദേഹവും സിനിമാ സംവിധായകനായി മാറുന്നു. ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഹിറ്റ് ചിത്രങ്ങൾ ചെയ്തവരാണ്. ആ കുടുംബത്തിൽ നിന്നാണ് ഷാഫിയും വരുന്നത്. എങ്ങനെ സംവിധായകനാകാതിരിക്കും എന്നുള്ളതാണ്, അദ്ദേഹം സംവിധായകനായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ മനസ്സിലാവുക. ആ നിലയിൽ ഈ ഹിറ്റ് മേക്കർ എന്ന് ഞാൻ സൂചിപ്പിച്ചു, അതായത് 18 ചിത്രങ്ങളാണ് ഷാഫി സംവിധാനം ചെയ്തത്. ഈ 18ഉം ഹിറ്റ് ചിത്രങ്ങളാണ് എന്നുള്ളതാണ്. ഒരു തമിഴ് ചിത്രം ഉൾപ്പെടെ 18 സിനിമകൾ, ആ 18ഉം ഹിറ്റാവുക അതെല്ലാവർക്കും കൈവരുന്ന ഒരു സൗഭാഗ്യമല്ല എന്നുള്ളതാണ്. അത്രയധികം പ്രതിഭയുള്ളയാൾക്ക് മാത്രമേ ചെയ്ത സിനിമകൾ മുഴുവൻ ഹിറ്റാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. മാത്രമല്ല, അദ്ദേഹം സിനിമയിലെ മറ്റ് മേഖലകളിലും അദ്ദേഹത്തിൻ്റെ പ്രതിഭ തെളിയിച്ചിട്ടുണ്ട്. സംവിധായകൻ എന്നുള്ള നിലയിൽ മാത്രമല്ല, അദ്ദേഹം തിരക്കഥ എഴുതിയിട്ടുണ്ട്, കഥ എഴുതിയിട്ടുണ്ട്, കഥ എഴുതി സംവിധാനം ചെയ്യുന്നു. അങ്ങനെ വിവിധ മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട് ഈ കുറഞ്ഞ കാലത്തിൽ എന്നുള്ളതാണ്. ഒരിക്കലും ഈ ഘട്ടത്തിൽ വിടവാങ്ങേണ്ടുന്ന ഒരാളല്ല ഷാഫി എന്നുള്ളതാണ്. വളരെ ചെറിയൊരു പ്രായമായി തന്നെ നമുക്ക് കണക്കാക്കാം. സിനിമയിൽ 56 വയസ്സ് എന്ന് പറയുന്നത് ഒരു വലിയ പ്രായമല്ല. ഇനിയും ഒട്ടേറെ ഹിറ്റ് ചിത്രങ്ങൾ ഇതുപോലെ നമുക്ക് സമ്മാനിക്കേണ്ടിയിരുന്ന ഒരാൾ കൂടിയാണ് വിടവാങ്ങിയത്. ആ ദുഃഖം ഇപ്പോഴും തളം കെട്ടി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹം മരിച്ച ഏതാനും മണിക്കൂറുകൾ മാത്രമേ ആവുന്നുള്ളൂ. നമ്മൾ കണ്ടു പ്രിയപ്പെട്ട സംവിധായകനോടുള്ള സ്നേഹം. ചലച്ചിത്ര താരങ്ങളൊക്കെയുണ്ട്. രാവിലെ ആകുമ്പോഴേക്കും ഓരോരുത്തരെയായി വീട്ടിലേക്ക് അദ്ദേഹത്തെ അന്ത്യോപചാരം അർപ്പിക്കാനായി ഇവിടെ എത്തുകയാണ്. നടൻ ഇന്ദ്രൻസാണ് അല്പം മുമ്പ് ഇതിലൂടെ പോകുന്നത് നമ്മൾ കണ്ടത്. അദ്ദേഹത്തിന് ഒട്ടേറെ ചിത്രങ്ങളിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ആൾ കൂടിയാണ് ഇന്ദ്രൻസ്. അതുകൂടാതെ ലാൽ, അദ്ദേഹത്തിൻ്റെ ഗുരുസ്ഥാനിയൻ കൂടിയാണ് അവരെല്ലാം എന്ന് പറയാം. നേരത്തെ സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിൽ പിറന്ന നിരവധി ചിത്രങ്ങളുണ്ട്. ആ ചിത്രങ്ങളൊക്കെ കണ്ടും കേട്ടുമൊക്കെ വളർന്ന ആൾ കൂടിയാണ് ഷാഫി എന്നുള്ളതാണ്. സിദ്ദിഖിൻ്റെ മരുമകനാണ്. കുറേ കാലം ഇവർക്കൊപ്പം ഈ സിനിമയുടെ എങ്ങനെ സംവിധാനം ചെയ്യണമെന്നതടക്കമുള്ള കാര്യങ്ങൾ ഇവരിലൂടെ ഷാഫി പഠിക്കുന്നുണ്ടായിരുന്നു. ഒപ്പം തൻ്റെ സഹോദരനും പിന്നീട് ആ രംഗത്തേക്ക് വരുന്നു. അവരുടെയൊക്കെ കൂടെ ഈ സിനിമ ചെയ്ത് പരിശീലിച്ച ഒരു അനുഭവ സമ്പത്തുമായാണ് അദ്ദേഹം ഈ സിനിമാ ലോകത്തേക്ക് കാലെടുത്ത് വയ്ക്കുന്നത്. ഈ 96-ൽ അദ്ദേഹം സഹസംവിധായകനായി, രാജസേനൻ്റെ സഹസംവിധായകനായി ഈ ചിത്രത്തിലെത്തുമ്പോൾ അന്ന് മുതൽ ഇങ്ങോട്ട് ഷാഫി ചെയ്ത ഒന്നും തന്നെ വിജയിക്കാതിരുന്നിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഓരോ ചിത്രവും എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവുക. 96 സഹസംവിധായകനായി പിന്നീട് 5 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം സ്വതന്ത്ര സംവിധായകനാവുകയാണ്. 2001-ൽ അദ്ദേഹം ആദ്യമായി വൺ മാൻ ഷോ എന്ന സിനിമ സ്വതന്ത്രമായി സംവിധാനം ചെയ്യുന്നു. വൺ മാൻ ഷോ എത്രത്തോളം വിജയമായിരുന്നു എന്ന് ആ കാലഘട്ടത്തിൽ മുതൽ പരിശോധിച്ചാൽ നമുക്ക് ബോധ്യമാകും. തുടർന്ന് ഇങ്ങോട്ട് ഉള്ള ഓരോ സിനിമകളും ബോക്സ് ഓഫീസിൽ വൻ ഹിറ്റായ ചിത്രങ്ങളാണ് പിന്നീട് ഇങ്ങോട്ട് ഷാഫി മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്തത് എന്ന് നിസ്സംശയം തന്നെ പറയാൻ കഴിയും. ഏതായാലും
അകാലത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വേർപാട് എന്ന് ഒരു സംശയവുമില്ലാതെ പറയാൻ കഴിയും. കാരണം ഇനിയും ഒട്ടേറെ സിനിമകൾ അദ്ദേഹത്തിൻ്റേതായി വരേണ്ടതായിരുന്നു. 2022 അദ്ദേഹം അവസാനമായി സംവിധാനം ചെയ്തത് ആനന്ദം പരമാനന്ദം എന്ന ചിത്രം. അതിനുശേഷം ഷാഫിയുടെ ചിത്രങ്ങൾ വന്നിട്ടില്ല. പക്ഷേ ഒരുപക്ഷെ ഈ മരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ തട്ടിയെടുത്തില്ലായിരുന്നെങ്കിൽ ഇനിയും ഒട്ടേറെ ചിത്രങ്ങൾ നമുക്ക് ലഭിക്കുമായിരുന്നു എന്ന് തന്നെയാണ് കരുതുന്നത്. ഓരോ കാലത്തിനനുസരിച്ചും ഉള്ള ചിത്രങ്ങൾ ഷാഫി അതിനനുസരിച്ച് പ്രേക്ഷകരെ രസിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ആസ്വദിപ്പിക്കാനും ഒക്കെ കഴിയുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ ഷാഫി മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്തു എന്നുള്ളതാണ്. 2001 ഈ വൺ മാൻ ഷോ ചെയ്യുന്നത്. പക്ഷേ 20 വർഷങ്ങൾക്കിപ്പുറം ആനന്ദം പരമാനന്ദം പോലെയുള്ള ചിത്രങ്ങളും ഷാഫി സംവിധാനം ചെയ്യുന്നു. അപ്പോൾ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഓരോ കാലഘട്ടത്തിലും ഏതൊക്കെ തരത്തിലാണോ ആസ്വാദനശേഷി മനുഷ്യൻ്റെ മാറുന്നത്, ആ തരത്തിൽ അവർക്ക് വേണ്ട വിഭവം എന്താണോ അതിനനുസരിച്ച് തന്നെ തൻ്റെ സിനിമ സംവിധാനം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിനിടെ അദ്ദേഹം 2 ചിത്രങ്ങൾ നിർമ്മാണവും നടത്തിയിട്ടുണ്ട്. ആ തരത്തിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, വിവിധ മേഖലകളിൽ അദ്ദേഹത്തിൻ്റേതായ പ്രാഗൽഭ്യം തെളിയിച്ചു കഴിഞ്ഞ ഒട്ടേറെ ചിത്രങ്ങൾ മലയാള സിനിമയ്ക്ക് അദ്ദേഹം സംഭാവന ചെയ്തിരിക്കുന്നു. ഈ ദൃശ്യങ്ങൾ കാണാം. അദ്ദേഹത്തിൻ്റെ മൃതദേഹം വീടിനകത്താണ് ഇപ്പോൾ ഉള്ളത്. നടൻ ഇന്ദ്രൻസും നടനും സംവിധായകനുമായ ലാൽ ഒക്കെ എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഈ അന്ത്യോപചാരം അർപ്പിച്ച ശേഷം അവിടെ തന്നെ തുടരുകയാണ്. പ്രിയ സംവിധായകൻ അവസാനമായി അവർ ഒരു നോക്ക് കാണുകയാണ് എന്നുള്ളതാണ്. നേരത്തെ ഞാൻ പലതവണ സൂചിപ്പിച്ചു, അപ്രതീക്ഷിതമായിരുന്നു ഷാഫിയുടെ വിയോഗം. കാരണം കേവലം ഒരു തലവേദന എന്നുള്ള നിലയിലാണ് അദ്ദേഹം ആശുപത്രിയിലേക്ക് വരുന്നത്. ആ തലവേദന പിന്നീട് തലച്ചോറിലെ രക്തസ്രാവമായി മാറുന്നു. ഒരാഴ്ച കൊണ്ടാണ് ഈ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അതീവ ഗുരുതരമാവുകയും ഇന്ന് പുലർച്ചെ എന്ന് പറയാം, ഇന്ന് പുലർച്ചെ 12:30 അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിക്കുകയും ചെയ്തത്.